എത്രയൊക്കെ ടൈപ്പ് അച്ചാറുണ്ടെങ്കിലും മാങ്ങാച്ചാർ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആണ് അല്ലേ? അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇനി പുളി കുറച്ച് കൂടുതലാണെങ്കിലും വിട്ട് കളയേണ്ട, നമുക്ക് സെറ്റാക്കി എടുക്കാം. ആദ്യമേ തന്നെ മാങ്ങ വളരെ ചെറുതായിട്ട് കുനുകുന അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വാരി വിതറി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതോടെ വെക്കുക. വേറൊരു ബൗളിൽ കാശ്മീരി ചില്ലി പൗഡർ, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയും എടുത്ത് കുറച്ച് വെള്ളം അല്പാൽപമായി ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. ഒരു പാൻ എടുത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിറകെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളെടുത്ത മാങ്ങയ്ക്ക് കുറച്ച് പുളി കൂടുതലുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് മധുരം കുറച്ച് ഇഷ്ടമാണേ, അതുകൊണ്ട് ശർക്കര കുറച്ച് കൂടുതൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ശർക്കര ഓപ്ഷനാണേ, ശർക്കര ചേർക്കാതെയും ഇതുണ്ടാക്കിയെടുക്കാം. ഇനി ഈ മിക്സിനെ എടുത്ത് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു ദിവസം അങ്ങനെ തന്നെ പുറത്ത് വയ്ക്കാം. പിറ്റേ ദിവസം ഈ അച്ചാറിനെ എടുത്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറേ നാളിരിക്കും കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും മെഷർമെൻറ്റ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം കുറച്ച് പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.